എൻ്റെ പേര് മേരി ഫ്രാൻസിസ്ക. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബർ 30 അതിനു മുമ്പ് തന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതായത് 2019 എൻ്റെ വിവാഹം നടന്നത്. ഏപ്രിൽ മാസം 29 അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അങ്ങനെ ജൂലൈയിൽ ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് പല ഹോസ്പിറ്റലിലും പോയിട്ട് എനിക്ക് വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് എനിക്ക് വിസയില്ല, അതുകൊണ്ട് എന്നെ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ പല ഹോസ്പിറ്റലും, അതായത് ക്ലിനിക്കുകളാണ് അവിടെ ഉള്ളത്, മെഡിക്കൽ സെൻറ്റേഴ്സിൽ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവസാനം എനിക്കൊരു ഡോക്ടർ വിസാം എന്ന് പറയുന്നൊരു പുള്ളിയുടെ ക്ലിനിക്കലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പുള്ളി ഒരു ഇറാഖിയായിരുന്നു. എന്നോട് പറഞ്ഞു, ഇവിടെ വിസയുണ്ട്, നീ എൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറണം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം, ലൈസൻസും കിട്ടും, ഖത്തർ ലൈസൻസ്, നഴ്സിംഗ് ലൈസൻസൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഖത്തറിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ജോയിൻ ചെയ്യണേ പ്രശ്നമുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ജനുവരിയിൽ എൻ്റെ വിസ അടിച്ചു, എനിക്ക് ലൈസൻസ് കിട്ടി, നഴ്സിംഗ് ലൈസൻസ്. അങ്ങനെ ഞാനവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജി ക്ലിനിക്കാണ്. ഡെർമറ്റോളജിക് പ്രൊസീജിയറാണ് കൂടുതലും നടക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി അങ്ങനത്തെ പ്രൊസീജിയർ. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ മാർച്ചായി. 2020 2020 മാർച്ച് എന്ന് പറയുന്നത് കോവിഡ് ടൈമാണ്. നല്ല പീക്ക് ടൈമിലേക്ക് വന്നു കോവിഡ്. അങ്ങനെ ഖത്തറിൽ റമദാൻ ടൈം ആയപ്പോൾ തന്നെ അവർ എല്ലാ മെഡിക്കൽ സെൻറ്റേഴ്സും, അതായത് ഈ ഡെർമറ്റോളജി ക്ലിനിക്സ് എല്ലാം ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, നമ്മുടെ ക്ലിനിക്ക് ക്ലോസ് ചെയ്യുവാണ്, ഒരു അടുത്ത ഇത് വരുന്നവരെ വർക്കിന് വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷനൊന്നും വിടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ വീട്ടിലൊരു 2 വീക്സ് ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസറുടെ എനിക്ക് മെസ്സേജ് വന്നു, അതായത് നമ്മൾ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുവാണ്, നിനക്ക് ഡ്യൂട്ടി ടൈമിംഗ് അയച്ചിട്ടുണ്ട്, ആ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രകാരം നീ വരണം ഡ്യൂട്ടിക്ക്, നിനക്ക് ട്രാൻസ്പോർട്ടേഷൻ വരും എന്ന് പറഞ്ഞു. ഞാൻ സാധാരണ പോലെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. ഏപ്രിൽ 28 ആയി. 29 എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 29 ഞാൻ ലീവ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം 28 പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഈവനിങ്ങിന് ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് ചെന്നു. എൻ്റെ ഡ്യൂട്ടി ടൈം ഒരു 6 o'clock, അവിടെ റമദാൻ ടൈം ആയതുകൊണ്ട് 6 o'clock തുടങ്ങിയായിരുന്നു ഡ്യൂട്ടി ടൈം. അപ്പം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഡോക്ടർ ഈജിപ്ഷ്യൻ ഡോക്ടറാണ്, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, താഴെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറയുന്നു, സ്പോൺസറും മാനേജറും എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, താഴെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, നീ വന്ന് ആ പേഷ്യൻറ്റിനെ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭയങ്കര തിരക്കാണ്, ഒന്നാതെ റമദാൻ ടൈം ആണെങ്കിൽ പോലും 6 o'clock കഴിഞ്ഞാൽ ക്ലിനിക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നല്ല റഷുണ്ട്, എന്നോട് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു എടുത്തു. പക്ഷേ എനിക്ക് ചെയ്യേണ്ട ആ പ്രൊസീജിയർ റൂം വേക്കൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമെന്ന്, ആ പേഷ്യൻറ്റിനെ അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് അടുത്ത പേഷ്യൻറ്റിനെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ചെന്നു, അടുത്ത പേഷ്യൻറ്റിനെ എടുത്ത്, താഴെ ചെന്ന് പേഷ്യൻറ്റിനെ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രൊസീജിയർ റൂം, അവിടെ വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റ് ഒരു ഖത്തറിയാണ്, ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട് എന്നോട്, ഇതെപ്പോഴാണ് ഓപ്പൺ ആക്കിയേ? അപ്പം ഞാൻ അങ്ങനെയൊന്നും റിപ്ലൈ കൊടുക്കണില്ല. അപ്പം രാവിലെ ഞാൻ വന്നായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ആ പേഷ്യൻ്റിനെ ഞാൻ പ്രൊസീജിയർ റൂമിൽ കയറ്റി, ഡോറ് ലോക്ക് ചെയ്ത് ഞാൻ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര നോക്കിങ് കേട്ടു. ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഖത്തറിലെ
അവരെ ഖത്തറി വേഷത്തിലുള്ള കുറേ ആണുങ്ങൾ നിൽക്കുന്നു. യൂഷ്വലി അവിടെ ഒരു ഫീമെയിൽ ക്ലിനിക്കാണ്. അവിടെ അങ്ങനെ ആണുങ്ങൾ വളരെ വളരെ ചുരുക്കമാണ്. ഞങ്ങളുടെ സ്പോൺസർ മാനേജർ അയാളല്ലാതെ ആണുങ്ങൾ കുറവാണ് അവിടെ താഴെ ഇരിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയർ റൂമിലേക്ക് പൊതുവേ മെയിൽസ് വരാറില്ല. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോയി, എന്താണ് സംഭവം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാനങ്ങനെ പെട്ടെന്ന് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയും ഈ പെണ്ണ് പർദ്ദയൊക്കെ ഇട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഞാനങ്ങ് എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ എൻ്റെ ഈജിപ്ഷ്യൻ ഡോക്ടർ, ഫീമെയിൽ ഡോക്ടറിനെ പിടിച്ച് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താ സംഭവം? ഇവർ അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അറബി എനിക്ക് അറിയത്തില്ല, എനിക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. ഞാൻ ചെന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, എനിക്കൊട്ട് മനസ്സിലാവുന്നില്ല അറബി. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു, നമ്മുടെ സ്പോൺസർ നമ്മളെ വിളിച്ചത് ഇല്ലീഗലായിട്ടാണ്. ഇപ്പം ഈ വന്ന നിൻ്റെ പേഷ്യൻ്റ് ഒരു CID ആയിരുന്നു എന്ന്. അപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആയിപ്പോയി. ആ ഡെർമറ്റോളജി ക്ലിനിക് ആണെങ്കിൽ പോലും അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഖത്തറി പേഷ്യൻസിൻ്റെ ഒരുപാട് വഴക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമാവുന്നതുകൊണ്ട് എൻ്റെ മമ്മി എനിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മമ്മി. അപ്പോൾ മമ്മി എനിക്ക് കാശ് രൂപം തന്നു വിട്ടത് എപ്പോഴും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ കാശ് രൂപം പിടിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. നാളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിന് വിളിച്ച് പറയാൻ പറ്റുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഫുൾ അവിടെ ആ ഖത്തറി വേഷത്തിലുള്ള ആൾക്കാർ നിറഞ്ഞ്. അപ്പോഴേക്കും താഴേന്ന് എൻ്റെ സ്പോൺസർ പുള്ളിക്കാരനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന, ഇതിപ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് ഓപ്പൺ ആക്കിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റാഫ് വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിന്നോട് ആരാ ഓപ്പൺ ആക്കുക, അങ്ങനെ കുറേ ക്വസ്റ്റ്യനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു സ്പോൺസറിനെയും ഡോക്ടറിനെയും കൊണ്ടുപോവുകയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഖത്തർ റൂള് തെറ്റിച്ചതിനെന്ന്. എന്ത് ചെയ്യണമെന്നറിയാം, ഞങ്ങൾ മൊത്തം 12 നേഴ്സുമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കും. അന്നാണെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഖത്തർ ID എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ കാശ് രൂപം കൊന്തിയെടുത്തു, പക്ഷെ ഖത്തർ ID ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഖത്തർ IDയും കൊണ്ട് വേഗം വരാൻ പറഞ്ഞു. CID എന്ന് മാത്രമേ ഞാൻ അയച്ചുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് പർച്ചേസ് ചെയ്യുമായിരുന്നു. അതവിടെ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ ഓൾറെഡി പറഞ്ഞു ഈ നേഴ്സിനെ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ സ്പോൺസർ ചോദിച്ചു എന്തിനാണ് നേഴ്സിനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ ഫുൾ സ്റ്റാഫിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പുതിയതായിട്ട് കല്യാണം കഴിച്ചത്. ബാക്കി എല്ലാവർക്കും കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അപ്പം ഞങ്ങളുടെ സ്പോൺസർ പറഞ്ഞു ഓക്കെ ഇവളെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല, ഇതെല്ലാം അറബിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരെന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള നേഴ്സ് പറഞ്ഞു അവർക്ക് അറബി അറിയാം. അവർ പറഞ്ഞു നിന്നെ അവർ ചോദിക്കുന്നുണ്ട്, നിന്നെ അറസ്റ്റ് ചെയ്യണം എന്നാ പറയണേന്ന് പറഞ്ഞു. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കൊണ്ടുപോവാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ സ്പോൺസർ പറഞ്ഞു പേടിക്കണ്ട, പോയി കഴിഞ്ഞ് ജസ്റ്റ് അവരൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളെ വിട്ടയക്കും, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറുടെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ച് ഞങ്ങൾ 3 പേരെ, എൻ്റെ സ്പോൺസർ, എൻ്റെ ഈജിപ്ഷ്യൻ ഡോക്ടർ ഒരു ഫീമെയിൽ, പിന്നെ ഞങ്ങൾ 3 പേരെ അവർ കൊണ്ടുപോയി. ആക്ച്വലി അവരൊരു 7 വണ്ടിയോളം ആയിട്ടാണ് ഞങ്ങളുടെ ക്ലിനിക്കിന് ചുറ്റും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം സ്റ്റാഫിനെ എടുക്കാനായിട്ട്. അത്രയും സജ്ജീകരണത്തോടാണ് അവർ വന്നിരുന്നത്. CID വേഷത്തിലായതുകൊണ്ട് ആർക്കും മനസ്സിലായുമില്ല. അങ്ങനെ അവർ റെഡി ആയിട്ടായിരുന്നു ഇരിക്കാൻ. എന്നെ അവർ കയറ്റി കാറിൽ കൊണ്ടുപോയത്. എൻ്റെ ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടും കാര്യമൊന്നുമില്ല, ഖത്തറാണ്, അവിടുത്തെ റൂളാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ CID ഓഫീസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ CID ഓഫീസിൽ കൊണ്ടുപോയി ഞങ്ങളെ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്തു, എന്തിനാ വന്നേ ഡ്യൂട്ടിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഇൻഫോർമേഷനൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പോൺസർ പറഞ്ഞു വരാൻ, അങ്ങനെ ഞങ്ങൾ വന്നതാ എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഓക്കെ. അവർ ഭയങ്കര മാന്യമായിട്ട് പെരുമാറി, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളോട് 6 മണിക്ക് ശേഷമാണല്ലോ,
12 മണിയോട് കൂടി ആയപ്പോഴേക്കും അവർ പറഞ്ഞു വെള്ളം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ പേപ്പർ പ്രിപ്പയർ ചെയ്തു. പേപ്പർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു അവർ ഞങ്ങളെ പോലീസിന് കൈമാറുകയാണെന്ന് പറഞ്ഞു. CID ജസ്റ്റ് കേസ് ഇതാക്കിയിട്ട് പോലീസിന് കൈമാറുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ നേരത്തും എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തുകൂടിയില്ല. അപ്പം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ നേരത്ത് എൻ്റെ സ്പോൺസർ പറഞ്ഞു നമ്മൾ ക്ലിനിക്കിൽ ഒരു പ്രൊസീജിയറും ചെയ്തിട്ടില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മുടെ തലയിൽ പോകുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കണ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടാൽ മതി, നമുക്ക് ആരെയും വേറെ പരിചയമുള്ളവരില്ല. എൻ്റെ ആ ഈജിപ്ഷ്യൻ ഡോക്ടർ, ഫീമെയിൽ ഡോക്ടറിനെ മാത്രമാണ് എനിക്ക് ആകെ വിശ്വാസമുള്ളത്. ഈ സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ. അപ്പം ഞാൻ ഹസ്ബൻഡിനെ കാണാൻ പറ്റാതെയൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കണേണ്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ ചെയ്യും നിങ്ങളെ, അപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 4 മണി വരെ വെയിറ്റ് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു, വിഷമിക്കണ്ട നമുക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി. 4 മണിയായിട്ട് ആരും വന്നില്ല. 6 മണിയായി. 6 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെയും നോമ്പിൻ്റെ സമയമായി. പിന്നെ ഡ്യൂട്ടി ടൈമിങ്സ് എല്ലാം ഒരു കണക്കാണ്, വന്നാലായി വന്നില്ലെങ്കിൽ ആയി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഫുള്ളിരിക്കുന്നു. അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞു. അന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫുൾ ഡേ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ എൻ്റെ ഹസ്ബൻഡിന് കൊണ്ടുതരാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ബൈബിൾ കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബൈബിൾ കൊണ്ടുതന്നു. ഞാൻ അവിടെ നിന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. കാശ്രൂപവും മുറുക്കെ പിടിച്ച് ജപമാല എത്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു. അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് വീഡിയോ കോളിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യണതെല്ലാം. അപ്പം എനിക്ക് അറബി അറിയാത്തതുകൊണ്ടും അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ ചെയ്യില്ലാത്തതുകൊണ്ടും ഒരു ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ പറയും, ആ ട്രാൻസ്ലേറ്റർ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് ഖത്തർ റൂൾ ലംഘിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്രേ ചോദിച്ചു. അത് കഴിഞ്ഞ് അവരെന്നെ വിട്ടു. അതിന് കുറച്ച് അന്നത്തെ ദിവസം രാത്രി രണ്ടാമത്തെ ദിവസം രാത്രിയും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അതിന് പിറ്റേ ദിവസം രാവിലെ അവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഖത്തറിലെ ജയിലിലേക്ക്, ഫീമെയിൽ ജയിലിലേക്ക് മാറ്റുവാണ്, നിങ്ങളുടെ കേസിന് തെളിയണോടം വരെ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ഇത്രയും ദിവസം ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റും, ഇനിയിപ്പോൾ ഉള്ള സന്ദർഭം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ കോൺഫിഡൻസ് കളയാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളെ പോലീസിൻ്റെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോവാൻ, നല്ല ചൂടും അവർ AC ഒന്നും ഇല്ലാത്തൊരു എന്താ പറയുക, ഒരു അടച്ചുപൂട്ടിയൊരു നമ്മുടെ ഇവിടുത്തെ വണ്ടി പോലെയൊന്നുമല്ല, അടച്ചുപൂട്ടിയൊരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. നല്ല ചൂടത്തിങ്ങനെ വേർത്ത് ഒലിച്ച് പുഴുങ്ങി നമ്മളവിടെ എത്തിച്ച് അതിൻ്റെ അകത്ത് കയറുമ്പോഴേക്കുള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളതിൻ്റെ അത് കയറി നമ്മുടെ ഫോണും സാധനങ്ങളും എല്ലാം പിടിച്ച് വെക്കുന്നു. ആകെ എനിക്ക് ബൈബിളും എൻ്റെ ബ്ലാങ്കറ്റും എൻ്റെ കൊന്തി അവരെനിക്ക് അനുവദിച്ചു, പിന്നെ എൻ്റെ ഡ്രസ്സും. അങ്ങനെ ഞാൻ അകത്ത് കയറിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കൊറോണ ടെസ്റ്റ് ഉണ്ടായിരുന്നു. കൊറോണ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ സാധാരണ ആൾക്കാരുടെ അതിലേക്ക് മാറ്റുള്ളായിരുന്നു. അതുവരെ ഞാനും ഡോക്ടറും പ്രത്യേക ഒരു മുറിയിലാണ്. ആ സമയം കൊറോണ പീക്ക് ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോവാം. അപ്പം ഞങ്ങളെയൊക്കെ ഇങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാൻ അങ്ങനെയുള്ള ഇവിടുത്തെ കുറേ കുറ്റം ചെയ്ത ആൾക്കാരിങ്ങനെ റെഡിയായിട്ട് നിൽക്കുക, റാഗിങ് പോലെ ഇങ്ങനെ. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ദൈവമേ അങ്ങോട്ട് ചെല്ലണം, ഓർക്കാനും കൂടി വയ്യ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ഡോക്ടർ, എൻ്റെ കൂടെയുള്ള ഈജിപ്ഷ്യൻ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു
ലേഡിയായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട മേരി, നമുക്ക് സംസാരിച്ച് നോക്കാം അവരുടെ അടുത്തെന്ന് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും ഇവർക്ക് ഖത്തറികൾക്ക് അല്ലെങ്കിൽ അറബ്സിന് കൊടുക്കുന്ന പ്രയോറിറ്റി നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്കയൊക്കെ അവർ വേറൊരു രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ബംഗ്ലാദേശ് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വരുമ്പോൾ എന്താന്ന്. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഞാൻ കാശ് രൂപവും പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പം ഡോക്ടർ പോയി സംസാരിച്ചു. അങ്ങനെ ഡോക്ടർ പോയി സംസാരിക്കുന്നതിനിടയ്ക്ക് അവരെന്നോട് പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു ഈ റൂമിൽ നിന്ന്, നിങ്ങൾക്കുള്ളത് അവിടെയാണ്, അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോക്ടർ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മേരി ഇവിടെയല്ല, നമുക്ക് വേറെ സ്ഥലമുണ്ട്, ബാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ശരിക്കും അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഖത്തറികളുടെ ആ ഒരു സ്ഥലത്ത് തന്നെ ഞാനും ഡോക്ടറും ഖത്തറികളും മാത്രമുള്ള ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടി. എന്നുവെച്ചാൽ ഒരാൾക്കും അങ്ങോട്ട് കടന്നു വരിക, നമ്മളൊന്ന് വേദനിപ്പിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി, മാതാവിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടില്ലല്ലോ എന്ന് ഓർത്തു. അങ്ങനെ പിറ്റേ ദിവസം രണ്ടാമത്തെ ക്വസ്റ്റ്യനിങ്ങിന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ 11:30 തൊട്ടെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുക, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ വരും, ഞങ്ങളെ വിളിപ്പിക്കും വീഡിയോ കോളിലെന്ന് വിചാരിച്ച്. ഒരു 2-2:30-3 മണിയായിട്ട് ഞങ്ങളെ വിളിക്കണില്ല. അവസാനം ഡോക്ടർ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് വിളിപ്പിച്ചു. അവരിപ്പോഴും സെയിം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ഇനി ഖത്തർ റൂൾ ലംഘിക്കോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ചെയ്ത് തെറ്റാണെന്ന് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്ന് പറഞ്ഞു. നമ്മളുടെ തെറ്റല്ലെങ്കിൽ കൂടി ആന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. എന്നിട്ട് അവർ ഞങ്ങളെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു, വൈകിട്ട് 9 മണിക്ക് നിങ്ങൾക്ക് റിലീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായിട്ടിരിക്കുക. അങ്ങനെ റെഡിയായിട്ടിരുന്ന് 9 മണിയായി, 10:30 ആയിട്ടും കാണാതെ ആയപ്പോൾ ഡോക്ടർ പോയി അവരോട് ചോദിച്ചു, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ, ഡോക്ടർ ഫോൺ ചെയ്തോട്ടെ ഹസ്ബൻഡിനെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഡോക്ടറിനെ അലൗ ചെയ്തു ഫോൺ ചെയ്യാൻ. അപ്പോൾ ഡോക്ടർ ഫോൺ ചെയ്ത് ചോദിച്ചപ്പം ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് റിലീസില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രാവിലെ 11:30 ഇൻഫോർമേഷൻ കിട്ടിയതാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഇപ്പം ഞങ്ങളോട് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു അതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിറ്റേ ദിവസമായി, രാവിലെ ആയി. അവിടെ ഒരു രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന ഒരു നല്ല പോലീസുകാരിയുണ്ട്. അത് നല്ലൊരു സ്ത്രീ ആയിരുന്നു. അവർ വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് പോയി നിൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്ക് എന്താ അവസ്ഥയെന്ന്. എൻ്റെ ഹസ്ബൻഡ് ഒന്നും പറയില്ല, കാരണം ഡോക്ടറിന് ചെറിയൊരു ബ്രെയിൻ ട്യൂമറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് സത്യം പറയില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവിടെ പോയി ചോദിക്കാനും അറിയില്ല, ഇവർക്കാണെങ്കിൽ ഒട്ട് ഇംഗ്ലീഷും അറിയില്ല. ഞാനാണെങ്കിൽ അവിടെ ഒരു കണക്കിന് ചെന്ന് അവിടെ നിന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരി നല്ലൊരു സ്ത്രീ ആയിരുന്നു. അവരെന്നോട് പറഞ്ഞു, വിളിച്ചോ നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ കുത്തി വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹലോ എന്താ അവസ്ഥയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആകെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒറ്റൊരു കാര്യമാണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അടുത്ത ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ്, അതായത് ചൊവ്വാഴ്ച അടുത്ത ക്വസ്റ്റ്യനിങ് കഴിയുമ്പോൾ 5 മണിയാവുമ്പോഴേക്കും റിലീസിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടൈം കഴിഞ്ഞു, ഫോൺ കട്ടായി, ഞാൻ തിരിച്ചു പോന്നു. അപ്പം എനിക്ക് നല്ല സമാധാനമായി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസം. ഞാൻ തിരിച്ചു പോന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് ഒരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ്. അപ്പം മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനായിരിക്കും ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായതെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റും, കാരണം എൻ്റെ ഹസ്ബൻഡ് അതുപോലെ എനിക്ക് വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 9 മണിയായി. അവർ ഞങ്ങളോട് പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്കാണ് നിങ്ങളുടെ ഹിയറിംഗ്, റെഡിയായിട്ടിരുന്നോളണം, ക്യാപ്റ്റൻ വരും, ക്യാപ്റ്റൻ അധികം സമയം ഇരിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല, ഫുൾ പ്രാർത്ഥിക്കുകയാണ്.
രാവിലെ 9 മണിയായിട്ട് ഞങ്ങൾക്ക് വിളി വരുന്നില്ല. ഒരു 9:15 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഹിയറിംഗ് രാത്രി 9 മണിക്കാണെന്ന് പറഞ്ഞു. രാത്രി 9 മണിക്ക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് നടക്കുക വളരെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ ഒന്നാമത് റമദാൻ ടൈം, നോമ്പ് മുറിക്കുന്ന സമയം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഞങ്ങൾക്കപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ പെട്ടുമേരി, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്നെ മാതാവ് കൈവിടില്ല എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ ഞാനിങ്ങനെ ഇരുന്ന്, ഇല്ല ഡോക്ടർ നമ്മൾ ഇന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് പോയി ഹസ്ബൻഡിനെ ഒന്നും കൂടി വിളിച്ച് ചോദിക്കുക എന്താണ് അവസ്ഥയെന്ന് അറിയാമല്ലോ എന്നാണ്. അങ്ങനെ 11:30 ആയപ്പോൾ ഞാൻ ട്യൂസ്ഡേ 11:30 എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ റിലീസിങ് ഓർഡർ പുള്ളിയുടെ കയ്യിൽ അപ്പം കിട്ടിയിട്ടുണ്ട്, ആ റിലീസിങ് ഓർഡറും കൊണ്ട് നേരെ വരുവാണ് ജയിലിലേക്ക്, വിഷമിക്കേണ്ട, ഇപ്പം തന്നെ റിലീസാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു വിശ്വാസത്തിലിരുന്ന് എല്ലാം റെഡിയാക്കി വെച്ചു. ഇവിടേക്ക് വിളിച്ച് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ടൈം 5 o'clock എന്ന് പറഞ്ഞായിരുന്നു. ആ 3 o'clock ഞാൻ റിലീസാവുകയും 5 o'clock ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് തിരി കത്തിച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എനിക്ക് ചൊല്ലാൻ പറ്റുകയും ചെയ്തു. അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് നൽകി. കാരണം റിലീസിങ് നടക്കില്ല എന്നവർ പറഞ്ഞ ദിവസം 5 മണിക്ക് ഞാൻ റിലീസായി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അതെനിക്ക് തന്നു. അതുകൂടാതെ തന്നെ എനിക്ക് OET ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെറിയൊരു കോൺഫിഡൻസ് എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു, എനിക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു 3-4 മാസം തറവായിട്ടിരുന്ന് പഠിച്ച് എക്സാമിന് പോയി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൺഡേയിൽ കുർബാനയൊക്കെ ചിലപ്പോൾ മിസ്സായിട്ട്, കാരണം ഞാൻ പഠിക്കാൻ കുറച്ച് ടൈം കൂടുതൽ കൊടുത്ത് അങ്ങനെ മിസ്സായിട്ടൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ എക്സാം എഴുതി. January 14 ഞാൻ എക്സാം എഴുതിയത്. January 14 എക്സാം എഴുതിയപ്പോൾ എനിക്ക് ലിസണിങ് എനിക്ക് ഇപ്പോഴുള്ള വിഷയമാണ്. പക്ഷേ എനിക്ക് ആ മൊഡ്യൂള് അവിടെ ചെന്ന് എനിക്ക് ഫുൾ ആൻസർ കിട്ടി. പക്ഷെ ഞാൻ എഴുതുന്നത് ഭയങ്കര ഫാസ്റ്റിൽ എഴുതുന്നുണ്ട്, ഒട്ടും ലെജിബിൾ അല്ല. അപ്പം ഞാൻ ഏറ്റവും അവസാനം 2 മിനിറ്റിൽ എഴുതാമെന്ന് ഓർത്തിരുന്നേച്ചു. പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് മായ്ച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ടൈം എൻഡായി, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ബുക്ക്ലെറ്റ്. അപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ലിസണിങ്, പിന്നെ വരുന്നത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. അങ്ങനെ എനിക്കെൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. ആ എക്സാമിന് എനിക്ക് ആകെ ഇതായി. റിസൾട്ട് വന്നപ്പോൾ 350 വേണ്ടതിന് എനിക്ക് 340 ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല, എന്തായാലും 340 നിർത്തിയേക്കുന്നത്, അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ പ്രയർ ഒന്നും മുടക്കിയില്ല. എല്ലാ ദിവസവും ബൈബിൾ ഞാൻ പണ്ട് വായന മുടക്കില്ലായിരുന്നു, ബൈബിൾ വായിച്ചു. അതിന് മുന്നേ ഞാൻ പഠിക്കുന്നതിന് മുന്നേ ബൈബിൾ വായിക്കുകയും ബൈബിൾ എഴുതുകയും ചെയ്യുമായിരുന്നു. യെശയ്യാ 45:2-3 ഞാൻ എഴുതും, ഒരു 25 വട്ടമെങ്കിലും എഴുതും. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു ബൈബിൾ വേർഡ്സ് അത് എഴുതിയിട്ട് അതിൻ്റെ താഴെ എനിക്ക് അന്ന് കിട്ടിയ സ്കോറുകളെല്ലാം എഴുതി ഞാൻ മാതാവിന് സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഈ പ്രാവശ്യം March 11 ഞാൻ എക്സാം എഴുതി. ഞാനിവിടെ വന്നു, അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് കാശ് രൂപവും വാങ്ങിയാൽ പോയി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അമ്മയുടെ കാൽക്കൽ വീണ് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പോവാ, ഏറ്റെടുത്തോളണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ ചെന്ന് എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, അമ്മയുണ്ട് കൂടെ എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ ഞാനിരിക്കുക. ഞാൻ എക്സാം വന്നു, ലിസ്ണിങ് വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്ണിങ്ങിനേക്കാളും ടഫായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അത് വേഗം എഴുതാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റാതിരിക്കാൻ വേഗം എഴുതി. റീഡിങ്ങും കഴിഞ്ഞു, സ്പീക്കിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ റീഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള മൊഡ്യൂളാണ്. ഞാൻ ഓപ്ഷൻസ് വരുമ്പോൾ അവിടെ ഞാൻ ഈ കാശ് രൂപം വെച്ചിട്ട് ഞാൻ പറയും അമ്മയോട്, അമ്മ ഞാൻ ഇത് കർപ്പിക്കുവാ കേട്ടോ, ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഞാനതെല്ലാം കർപ്പിച്ചങ്ങ് വിട്ടു.
അങ്ങനെ ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റിസൾട്ട് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ റിസൾട്ട് നോക്കുള്ളൂ എന്ന്. ഞാൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. 12:30 ആയിട്ട് റിസൾട്ട് വരാതെ അപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഇന്നലെ പബ്ലിഷ് ചെയ്യണ്ടാവില്ല എന്നോർത്ത് ഞാൻ ബസ്സിൽ കയറി തിരിച്ചു പോവുക. അപ്പോൾ എൻ്റെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് ഔട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ പള്ളിയിൽ ചെന്ന് നിത്യാരാധന ചാപ്പലിലിരുന്ന് റിസൾട്ട് ഓപ്പൺ ആക്കി. ഞാൻ എപ്പോഴും പ്രത്യക്ഷീകരണം ചൊല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു സ്കോറ്. അപ്പോൾ എനിക്ക് സ്കോർ എപ്പോഴും കാണിച്ചു തരണം 420 എന്ന് പറഞ്ഞ ഒരു സ്കോർ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. എന്നാൽ 420-ക്കുള്ള സ്കോറിനുള്ള ആളൊന്നും അല്ല ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനിങ്ങനെ ഓർക്കും 420 ആണല്ലോ കാണുന്നതെന്ന്. ഇന്നലെ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയപ്പം എൻ്റെ ലിസ്ണിങ്ങിൻ്റെ സ്കോറ് 420. ബാക്കി എല്ലാത്തിനും എനിക്ക് UK സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. പ്രിയ സഹോദരൻ, നമ്മളിപ്പോൾ ശ്രവിച്ചത് മേരി എറണാകുളത്ത് നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് ശ്രവിച്ചത്. വളരെ വലിയ അനുഭവത്തോടു കൂടിയും വിശ്വാസചൈതന്യത്തോടു കൂടി പങ്കുവയ്ക്കലാണ് നമ്മൾ കേട്ടത്. ഖത്തറിലെ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള അനുഭവ സാക്ഷ്യമൊക്കെ നമ്മൾ കേട്ട്, അവിടെ ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ട്. അവിടെ നിന്നൊക്കെ മോചിതയായി ഇവിടെ വന്ന് അനുഭവ സാക്ഷ്യം പറയുവാനും അതുപോലെ തന്നെ OET പരീക്ഷ വിജയിച്ച കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഇപ്പോഴേ ഖത്തറിലെ ജോലി വളരെ വലിയ ഒരു സ്വപ്നമായിട്ട് കണ്ട് ജോലിക്ക് പോയി. അവിടെ വിസയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ച് ആരുമില്ലാതിരുന്ന സമയത്ത് ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തപ്പോഴാണ് ഖത്തർ പോലീസ് വന്ന് പിടിച്ച് ഏകദേശം 8 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന ദുരനുഭവം, ആ ഒരു പ്രയാസത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അവസാനം ഇവിടെ ഉടമ്പടി എടുത്ത് അതുപോലെ തന്നെ ഭർത്താവ് ഇവിടെ വിളിച്ച് പ്രയർ റിക്വസ്റ്റ് നടത്തി. അപ്പം ഭർത്താവിന് ഇവിടെ പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് പിറ്റേ ദിവസം 5:30-ക്കുള്ളിൽ മോള് റിലീസാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് പ്രയർ റിക്വസ്റ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ അറിയിച്ചത്. എന്താണോ ഇവിടുന്ന് അറിയിച്ചത് 5:30-ക്ക് റിലീസാവുമെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അന്ന് 5:30-ക്ക് റിലീസായി ഫ്ലാറ്റിൽ ചെന്ന് അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ ഒരു നന്ദി ഈ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ അർപ്പിക്കുവാനായിട്ട് സാധിച്ചുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ കഠിനമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ സഹോദരി കടന്നുപോയത്. ഖത്തറിൽ ജോലിക്ക് പോകുന്നു, ജോലി എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കിട്ടുന്നു, അത് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമായിട്ട് തീരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് അറിയുന്നത് അത് ഇല്ലീഗലായിരുന്നു എന്നറിയുന്നതും അവസാനം അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന പ്രയാസവും. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും പല ക്വസ്റ്റ്യനുകളൊക്കെ നടന്നിട്ടും പല രീതിയിൽ ശ്രമിച്ചിട്ടും ഒന്നും പുറത്തിറങ്ങാനായിട്ട് കഴിയാതെ ഏകദേശം 7-8 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് സഹോദരിക്ക് വന്നത്. അപ്പം നമുക്കറിയാം ഇതിനെക്കുറിച്ചൊരു പരിചയമില്ല, ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യമില്ല. ഇങ്ങനൊരു വലിയൊരു സ്ഥലത്ത് ഭാഷയുടെ പ്രശ്നം, ആൾക്കാരുടെ പ്രശ്നം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരിയുടെ ആ മനോവിഷമവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പോഴും ഉടമ്പടി എടുത്ത് ഭർത്താവ് ഇവിടെ ഉടമ്പടി എടുത്ത് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു ആവശ്യം സമർപ്പിച്ചത് ഈ കൊച്ച് ഖത്തറിൽ വെച്ച് അറിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് പേടിയും അതുപോലെ ഭയപ്പാടും പോയി. എൻ്റെ അമ്മ എന്നെ കാത്തുകൊള്ളുന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത്. ഇവിടെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം നന്നായിട്ട് ഉറങ്ങുവാൻ സാധിച്ചെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതുപോലെ 5 മണിക്ക് റിലീസാകുമെന്ന് പറഞ്ഞ്, പക്ഷെ അപ്പോഴും ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഉറപ്പ് നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം കെട്ടുപോകുന്ന അവസ്ഥ. അപ്പോഴേ ഭർത്താവിൻ്റെ കയ്യിൽ ഓൾറെഡി റിലീസിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്.
രാവിലെ 5:30 തന്നെ വീട്ടിൽ ചെന്ന് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന രീതിയിൽ എന്താണോ കൃപാസനത്തെ വിളിച്ച് ആവശ്യപ്പെട്ടത്, എന്താണോ കൃപാസനം കൊടുത്ത ഉറപ്പ്, ആ വാഗ്ദാനം ചെയ്ത പോലെ തന്നെ ഖത്തർ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ കിടന്ന ഈ മകള് മോചിതയായി എന്നുള്ള വിവരവും അതുപോലെ തന്നെയുള്ള അനുഭവമാണ് ഉണ്ടായത്. അതിനുശേഷം നാട്ടിൽ വന്ന് OET പരീക്ഷ എഴുതാൻ പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ച് ആദ്യത്തെ പ്രാവശ്യം 350 വേണമായിരുന്നു, 340 കിട്ടിയോളൂ. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും OET നല്ല ഒരുക്കത്തോടെ അല്ലേ നമ്മൾ കേട്ട് ഓരോ ദിവസവും ബൈബിൾ വാചനം എഴുതിയിട്ട് അതിൻ്റെ അകത്ത് പാസ്സാകണമെന്നും പറഞ്ഞ് കുറിച്ച് വെക്കുമായിരുന്നു. പരീക്ഷാ ഹാളിൽ ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ഉടമ്പടിക്ക് ആശീർവാദം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം നമ്മൾ കേട്ട് ഈ കൊച്ചിൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ ഒരു വലിയ ഓർമ്മപ്പെടുത്തലും അതുപോലെ ദർശനം പോലെ കൊടുത്തു. 420 എന്നുള്ളത് 420 മാർക്ക് എന്നുള്ളത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് വലിയ പഠിക്കുന്ന കൊച്ചല്ല, അത്രയ്ക്ക് ഭാഷാ പ്രാവീണ്യമുള്ള കൊച്ചല്ല, പക്ഷെ എനിക്ക് അത്രയൊന്നും നേടാനായിട്ട് ഒട്ടും കഴിയാത്തൊരു കൊച്ചാണ്. പക്ഷെ മാർക്ക് കിട്ടിയപ്പോൾ 420 തന്നെ ലഭിച്ചുകൊണ്ട് പാസ്സായെന്നാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി കിട്ടുന്നത് നമ്മളെല്ലാവരും കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ വലിയൊരു പരിപാലനയുടെ തണലിലാണ് മനുഷ്യർ കഴിയുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആരും നഷ്ടധൈര്യരായി പോകുവാൻ പാടില്ല. കർത്താവിന് പ്രത്യേക പദ്ധതിയും അതുപോലെ തന്നെ ഓരോരുത്തരെക്കുറിച്ചുള്ള തിരുവെഴുത്തും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് അപ്രകാരം തന്നെ സംഭവിക്കും. അവൾ അവസാനം പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ച്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ ഗ്രേസ് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഉറപ്പോടുകൂടി നമ്മൾ പരിശുദ്ധാമ്മയിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥ ലഭിച്ച അനുഗ്രഹത്തിന്